ന്യൂസിലൻഡിൽ യാത്ര ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ആപ്പും ഒരു AT ഹോപ്പ് കാർഡും ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണേലും പോകാം. ജസ്റ്റ് നമ്മൾ ആ ആപ്പിൽ പോകേണ്ട ലൊക്കേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ ആപ്പ് നമുക്ക് എങ്ങനെ പോകണം എന്നുള്ള എല്ലാ വഴികളും കാണിക്കും. നമുക്ക് ബസ് യൂസ് ചെയ്യണമെങ്കിൽ ബസ്, അല്ലെങ്കിൽ ട്രെയിൻ ആണെങ്കിൽ ട്രെയിന്. പിന്നെ നമുക്ക് ഹോപ്പ് കാർഡ് ഉണ്ട്. ഇതാണ് ഹോപ്പ് കാർഡ്. ഈ ഹോപ്പ് കാർഡ് ജസ്റ്റ് റീചാർജ് ചെയ്യുക. ഇത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ടാപ്പ് ചെയ്യാൻ പറ്റും. ബസ്സിലാണെങ്കിൽ ബസ്സിൽ കയറുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ ട്രെയിൻ ആണെങ്കിൽ ട്രെയിൻ സ്റ്റേഷനിൽ തന്നെ കാണും. ജസ്റ്റ് ടാപ്പ് ചെയ്യുക, പിന്നെ അത് ടാഗ് ഓഫ് ചെയ്യുക. അപ്പോൾ ടാഗ് ഓണും ടാഗ് ഓഫും എന്നാണ് നമ്മൾ പറയുന്നത്. ടാഗ് ഓൺ ചെയ്യുക, അതുപോലെ തന്നെ ടാഗ് ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഡിറ്റക്റ്റ് ആവും. പിന്നെ അതുപോലെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാനാണെങ്കിലും നമുക്ക് കുറേ നേരം നിൽക്കണം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യുക, അപ്പം എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഗ്രീൻ ആകും. ഗ്രീൻ ആകുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുക. അതുപോലെ റോഡ് ക്രോസ് ചെയ്യുന്നിടത്താണെങ്കിലും നമുക്ക് ക്രോസ് ചെയ്യാനായിട്ടൊരു പാത്തും കാണും. അതുപോലെ തന്നെ സൈക്കിൾസിനും ഒരു പാത്ത് കാണും. അപ്പം ഇങ്ങനെ ഒരു ബട്ടൺ കാണും. ആ ബട്ടൺ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുക, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ റെഡ് ഗ്രീൻ ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ റോഡ് ക്രോസ് ചെയ്യുക. കണ്ടോ, ഇതിവിടെ നമുക്ക് ഒരു സൈക്കിളിനുള്ള ഒരു പാത്ത് ഉണ്ട്, അതുപോലെ നമുക്കുള്ളതുകൊണ്ട്. അങ്ങനെ അത്രയേ ഉള്ളൂ നമുക്ക് ഇവിടുത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ. അത്ര വലിയ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യത്തിന് യൂസ് ചെയ്യാനായിട്ട് ഇതുപോലുള്ള ലൈം സ്കൂട്ടേഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് നമ്മൾ ആപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എവിടെയൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ജസ്റ്റ് അവിടെ പോവുക, അത് എടുക്കുക, യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയാണോ നമ്മൾ ഇടുന്നത് അത് ആപ്പിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ.